الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, കാരുണ്യവാനായ പടച്ചതമ്പുരാൻ നമ്മിൽ സംഭവിച്ചു എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും പുറത്തു മാപ്പാക്കി തിരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാന മുഅ്മിനായി മരിക്കാനും അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ പ്രദാനിക്കുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് അല്ലാഹു ഫലസ്തീനുകൾ ഉൾപ്പെടെ എല്ലാവർക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്നവർക്ക് അല്ലാഹു കടം വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ആയിരത്തി 1934 ജനുവരി 14 മഹാത്മാഗാന്ധി കേരളത്തിൽ വന്നു. ഹരിജനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് ശേഖരിക്കാനാണ് ഗാന്ധി അന്ന് കേരളത്തിൽ വന്നത്. വടകരയിൽ സംഘടിപ്പിക്കപ്പെട്ട ആ പൊതുയോഗത്തിൽ ഗാന്ധിജി തന്റെ പ്രസംഗം ആരംഭിച്ചു. പ്രൗഢമായ സദസ്സിനെ നോക്കിക്കൊണ്ട് ഗാന്ധിജി ചോദിച്ചു, ലക്ഷക്കണക്കായ മനുഷ്യന്മാര് പട്ടിണി കിടക്കുന്ന ഈ രാജ്യത്ത് എന്തിനാണ് സ്ത്രീകളെ നിങ്ങൾ ഈ ആഭരണങ്ങൾ ഇങ്ങനെ ധരിച്ചിരിക്കുന്നത്? ഗാന്ധിജിയുടെ ചോദ്യം കേട്ട ഉടനെ സദസ്സിൽ നിന്ന് ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി എഴുന്നേറ്റ് മുന്നോട്ട് വന്നു. അവളുടെ പേര് കൗമുദി എന്നായിരുന്നു. അവൾ ഗാന്ധിജിയുടെ മുന്നിൽ വന്നു നിന്ന് അവളുടെ മാല അഴിച്ചു ഗാന്ധിജിയുടെ കയ്യിലേക്ക് കൊടുത്തു. പിന്നീട് വളകൾ ഓരോന്നോരോന്നായി ഊരാൻ തുടങ്ങി. അത് ഊരി ഗാന്ധിജിയുടെ കയ്യിൽ കൊടുത്തു. ഓരോ ആഭരണങ്ങൾ അങ്ങനെ ഊരിക്കൊടുക്കുമ്പോൾ ഗാന്ധിജി ചോദിക്കുന്നുണ്ട്, ഇത് അച്ഛനോട് ചോദിച്ചിട്ടാണോ? അപ്പോൾ അടുത്തിരിക്കുന്ന അച്ഛൻ അതിന് സമ്മതം മൂളുന്നുണ്ട്. കൗമുദി എന്ന 14-കാരി തന്റെ ശരീരത്ത് കിടന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം ഊരി ഗാന്ധിജിയെ ഏൽപ്പിച്ചു, ഈ രാജ്യത്തെ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി. അവസാനം അവൾ ഗാന്ധിജിയുടെ ഒരു ആഗ്രഹം പറഞ്ഞു, എനിക്ക് വേണ്ടത് ഞാനീ തന്ന സ്വർണത്തിനെല്ലാം പകരം അങ്ങയുടെ ഒരു ഓട്ടോഗ്രാഫാണ്. അപ്പോൾ ഗാന്ധിജി എഴുതി കൊടുത്തു, നിന്റെ ത്യാഗമാണ് നിന്റെ ആഭരണം, ഇനി മുതൽ നീ ആഭരണം ധരിക്കരുത്. ഇന്ത്യയിൽ ഗാന്ധിജി ഇത് കുറിച്ചിടുന്നുണ്ട്. ആ കൗമുദി പിന്നീട് 92-ാമത്തെ വയസ്സിൽ 2000-ൽ മരണപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തെ പ്രിയപത്നി ആയിഷ ഉമ്മയുടെ കയ്യിൽ സ്വർണത്തിന്റെ വള കിടക്കുന്നത് കണ്ടു. ആയിഷയോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിനക്ക് ഇതിനേക്കാൾ നല്ലത് ഞാൻ തരട്ടെ? ആയിഷ ബി അത് സമ്മതിച്ചു. എന്നാൽ ആ സ്വർണവളകൾ ഊരാൻ വേണ്ടി പറഞ്ഞു. നബി തിരുമേനി ആ വളകൾ ആയിഷയുടെ കയ്യിൽ നിന്ന് ഊരി വാങ്ങിച്ചിട്ട് ആയിഷയോട് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ഈ സ്വർണവളയ്ക്ക് പകരം കുങ്കുമത്തിന്റെ ചായ മുക്കിയ വള നിനക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞ് 2 വളകൾ, കുങ്കുമത്തിന്റെ നിറം മുക്കിയ 2 വളകൾ പ്രവാചകൻ സ്വർണവളയ്ക്ക് പകരമായി ആയിഷ ബീവിക്ക് സമ്മാനിക്കുന്നുണ്ട്.
ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, 5 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നിരോധിച്ചിട്ടുണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ പത്നിമാർക്ക് 5 കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, മറ്റു സ്ത്രീകൾക്ക് അത് അനുവദനീയമാണ്. ഒന്ന്, സ്വർണത്തിന്റെയും വെള്ളിയുടെയും ആഭരണങ്ങളാണ്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങളാണ്. പട്ടിന്റെ വസ്ത്രമാണ്. പട്ട് ഉപയോഗിച്ച് തുന്നിയ വസ്ത്രങ്ങളാണ്. ചുമന്ന നിറമുള്ള കഴുതയാണ്. ഇത് 5ഉം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നിരോധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പൊതുവെ മലയാളികൾക്കിടയിൽ വളരെ വ്യാപകമായി പ്രചരിച്ചു വരുന്നൊരു അത്യാചാരമാണ് സ്വർണ്ണാഭരണങ്ങളോടുള്ള മതിയായ ഭ്രമം എന്ന് പറയുന്നത്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളി സ്ത്രീകൾക്ക് കുട പോലെ, പാല് പോലെ, പത്രം പോലെ പ്രധാനമാണ് അവരുടെ കയ്യിലും കാതിലും കിടക്കുന്ന ആഭരണങ്ങൾ എന്നുള്ളത്. സമ്പന്ന കുടുംബത്തിലും ദരിദ്ര കുടുംബത്തിലും ഈ വിഷയത്തിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. സ്വർണം അല്ലാഹു സ്ത്രീകൾക്ക് അനുവദിച്ചിട്ടുണ്ട്. സ്വർണം ഒരു ആഭരണം മാത്രമല്ല, അത് സമ്പത്തിന്റെ പ്രതീകമാണ്, അധികാരത്തിന്റെ പ്രതീകമാണ്, സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്. ഈ അർത്ഥത്തിലെല്ലാം സ്വർണത്തെ കാണുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഇന്ന് കാണുന്ന രീതിയിൽ വസ്ത്രമൊടുക്കാത്ത കാലത്ത് പോലും അവർ ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയാളി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വർണമില്ലാത്തൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവളിൽ സൗന്ദര്യമില്ല എന്നൊരു കാഴ്ചപ്പാടാണ് പൊതുവെ കാണുന്നത്. അതുകൊണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് വായ്പ വാങ്ങിയിട്ടാണെങ്കിലും സ്വർണം ഉപയോഗിച്ച് സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചു പോകുന്ന രീതിയാണ് നമ്മുടെ മലയാളി സ്ത്രീകൾക്കിടയിൽ പൊതുവെ കണ്ടുവരുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന ഒരു വിഭാഗം മലയാളികളാണ്. ഏറ്റവും കൂടുതൽ സ്വർണ്ണ ശേഖരണമുള്ള രാജ്യം അമേരിക്കയാണ്. 8133 ടണ്ണാണ് അമേരിക്കയുടെ സ്വർണ്ണ ശേഖരം. ഇന്ത്യയുടെ സ്വർണ്ണശേഖരം എന്ന് പറയുന്നതിന്റെ 10-1, 822 ടണ്ണാണ് ഇന്ത്യയുടെ സ്വർണ്ണശേഖരം. പക്ഷേ ലോകത്ത് വിൽക്കപ്പെടുന്ന സ്വർണങ്ങളിൽ 25-30% വാങ്ങിക്കൂട്ടുന്നത് ഇന്ത്യക്കാരാണ്. 700-800 ടണ്ണാണ് ഒരു വർഷം ഇന്ത്യയിൽ വാങ്ങിക്കൂട്ടുന്ന സ്വർണത്തിന്റെ അളവ് എന്ന് പറയുന്നത്. അപ്പോ ഈ ദരിദ്ര രാജ്യത്ത് പോലും അമേരിക്ക 1ാം സ്ഥാനത്ത് സ്വർണശേഖരത്തിന്റെ കാര്യത്തിൽ നിൽക്കുമ്പോൾ സ്വർണ്ണാഭരണങ്ങളും സ്വർണ്ണ കോയിനുകളും സ്വർണ്ണക്കട്ടികളും വാങ്ങിക്കൂട്ടുന്ന വിഷയത്തിൽ ഇന്ത്യ 1ാം സ്ഥാനത്താണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളം 1ാം സ്ഥാനത്താണ്. 3434 ജ്വല്ലറികൾ ഏകദേശം കേരളത്തിലുണ്ട്. 317 തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ. ഏറ്റവും കൂടുതൽ ജ്വല്ലറിയുള്ള സ്ഥലം കൊടുവള്ളിയാണ്. ഈ എല്ലാ മുന്നേറ്റങ്ങളും ഈ രംഗത്ത് നിലനിൽക്കുന്നത് ഇന്ത്യയിലാണ്, പ്രത്യേകിച്ച് കേരളത്തിലാണ്, മലയാളികൾക്കിടയിലാണ്, വിശിഷ്ട മുസ്ലിം സമുദായത്തിനിടയിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാനിത് പറയാൻ കാരണം ഇന്ന് സ്വർണം വില്ലനായി മാറുന്നൊരു കാലമാണ്. രണ്ടർത്ഥത്തിൽ സ്വർണം വില്ലനാണ്. ഒന്ന്, സ്വർണത്തിന്റെ വില 1 ലക്ഷത്തോട് അടുത്തിട്ടാണ് ഇന്നലെ ഏതാണ്ട് കുറച്ച് താഴ്ന്നു പോയത്. 2, സ്വർണത്തിന്റെ മോഷണം, സ്വർണക്കൊള്ള. ഈ 2 തലത്തിലൂടെ സ്വർണം ഇന്ന് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അവിടെയാണ് നമുക്ക് ചില കാര്യങ്ങൾ സമുദായം എന്ന നിലയ്ക്ക് മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സ്വർണത്തിന്റെ വില കൂടി വരുമ്പോ പല രക്ഷിതാക്കൾക്കും ചങ്കിടിപ്പായിരുന്നു. പലർക്കും ഉറക്കം നഷ്ടപ്പെട്ടു. അത് പെൺകുട്ടികളുള്ള രക്ഷിതാക്കളാണ്. ഇങ്ങനെ 1 ലക്ഷത്തിലേക്കും ലക്ഷം കഴിഞ്ഞ് സ്വർണത്തിന്റെ വില പോയാൽ എങ്ങനെ ഞങ്ങളുടെ മക്കളെ കല്യാണം കഴിക്കുമെന്ന ചിന്തയിൽ ഉറക്കം നഷ്ടപ്പെട്ട രക്ഷിതാക്കളാണ് നമുക്കിടയിലുള്ളത്. അവിടെയാണ് സ്വർണവും
വിവാഹവും തമ്മിൽ എന്ത് ബന്ധമെന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. നിക്കാഹിന്റെ വിവാഹത്തിന്റെ ഒരു മേഖലയിലും കടന്നു വരേണ്ട ഒന്നല്ല സ്വർണം. സ്വർണവും നിക്കാഹും തമ്മിൽ ഇസ്ലാമിക വിധിപ്രകാരം ഒരു ബന്ധവും അതിനില്ല. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നിടത്ത് സ്വർണം കടന്നു വരുന്നതേയില്ല. പക്ഷെ ഇന്ന് നമ്മുടെ വിവാഹങ്ങൾ കച്ചവടമായി മാറിയപ്പോൾ അവിടെയാണ് സ്വർണം വിവാഹ കമ്പോളത്തിൽ മാർക്കറ്റ് പിടിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ സ്വർണത്തിന്റെ വില വർദ്ധിക്കുമ്പോൾ അവർക്ക് ചങ്കിടിപ്പ് കൂടുന്നത്. സത്യത്തിൽ വിവാഹത്തിന്റെ ഒരു വേളകളിലും സ്വർണം കടന്നു വരുന്നില്ല. മഹർ പോലും അത് സ്വർണമാകണമെന്നില്ല. പ്രവാചകന്റെ ചര്യ വെള്ളിയാണ്. പ്രവാചകൻ അവിടുത്തെ ഭക്തിമാർക്ക് കൊടുത്തതെല്ലാം വെള്ളിയാണ്. അതുകൊണ്ട് തന്നെ സ്വർണം മഹറായി വരുന്നത് ആ പ്രവാചക ചര്യയ്ക്ക് വിരുദ്ധം കൂടിയാണ്. മഹർ എന്നുള്ളത് മൂല്യമുള്ള ഏതൊരു വസ്തുവും മഹറായി നിശ്ചയിക്കപ്പെടാൻ കഴിയും. ഒരു പെൺകുട്ടിയുടെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മകളെ വിവാഹം കഴിച്ചയക്കുമ്പോൾ അങ്ങോട്ടൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല. അവിടെയും അങ്കലാപ്പുണ്ടാകേണ്ടത് ആൺകുട്ടിയുടെ രക്ഷിതാക്കൾക്കാണ്. കാരണം മഹർ കൊടുക്കേണ്ടതുണ്ട്. അറബ് രാജ്യങ്ങളിൽ, സൗദി അറേബ്യയിലെല്ലാം ചെന്നാൽ റോഡ് സൈഡുകളിൽ ചില ബോർഡുകൾ വച്ചിരിക്കുന്നത് കാണാം. വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ചെറുപ്പക്കാർ, മഹർ കൊടുക്കാൻ പ്രയാസപ്പെടുന്ന യുവാക്കൾ ഈ നമ്പറിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവിടെ സഹായിക്കുന്നത് വിവാഹം കഴിക്കുന്ന പുതിയാപ്പിളേനെയാണ്. ഇവിടെ നമ്മൾ പിരിവിട്ട് സഹായിക്കുന്നത് വിവാഹം കഴിക്കപ്പെടുന്ന പെണ്ണിനെയാണ്. ഈ വിരോധാഭാസം നമ്മളുണ്ടാക്കി തീർത്തതാണ്. പരിശുദ്ധ ഇസ്ലാമിന് വിവാഹവുമായി ബന്ധപ്പെട്ട് സ്വർണവുമായി അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ രക്ഷകർത്താവിന് സാമ്പത്തികമായ ഒരു ചെലവും അവിടെ വരുന്നില്ല. എന്നിട്ടും നമ്മുടെ സ്ത്രീകൾ എടുത്താൽ താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള സ്വർണ്ണാഭരണങ്ങളും ശരീരത്തെ ധരിച്ചുകൊണ്ടാണ് അവർ നടക്കുന്നത്. എന്താണ് ഇതിന്റെ പിന്നിൽ? അതിന്റെ ഇസ്ലാമികമായ വശങ്ങൾ പരിശോധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്ക് അത് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അനുവദിച്ചിരിക്കുന്നത് സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ അലങ്കരിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു വീട്ടിൽ ഒരു പെണ്ണിന് ധരിക്കാവുന്ന ആഭരണമാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. ഒരു പെണ്ണ് ഭംഗിയാകേണ്ടത് ഭർത്താവിന്റെ മുന്നിലാണ്. എന്നാൽ ഇന്ന് സ്ത്രീകൾ ആഭരണം ധരിക്കുന്നത് ഭർത്താവിന്റെ മുന്നിലല്ല. അവർ കല്യാണങ്ങൾക്ക് പോകുമ്പോ, ചടങ്ങുകൾക്ക് പോകുമ്പോ, മരണ വീട്ടുകളിൽ പോകുമ്പോൾ പോലും ആഭരണങ്ങൾ ധരിച്ച്, ഇല്ലെങ്കിൽ വായ്പ വാങ്ങിയിട്ടാണ് സ്ത്രീകൾ പോകുക. ഇതിന്റെ പേരാണ് പൊങ്ങച്ച പ്രകടനം എന്നുള്ളത്. ഇത് ഇസ്ലാമിൽ നിഷിദ്ധമാണ്. ഇസ്ലാം ആരാധനകൾ നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യരോട് പറഞ്ഞ കാര്യമാണ് വലാ തംശി ഫിൽ അർളി മറഹ. ഭൂമിയിൽ നിങ്ങൾ പൊങ്ങച്ചം പ്രകടിപ്പിച്ച് നടക്കരുത്. നിസ്കാരത്തിന് മുമ്പേ, നോമ്പിന് മുമ്പേ ഖുർആൻ പ്രഖ്യാപിച്ച കാര്യമാണ് പൊങ്ങച്ച പ്രകടനം പാടില്ല. അപ്പോൾ ഈ രീതിയിൽ ആഭരണങ്ങൾ ധരിച്ചുകൊണ്ട് സ്ത്രീകൾ പൊതുരംഗത്തേക്ക്, പൊതു വഴികളിലേക്ക്, പൊതു ചടങ്ങുകളിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഒരിക്കലും അവരുടെ ഭർത്താക്കന്മാരെ തൃപ്തിപ്പെടുത്താനല്ല. അതുകൊണ്ട് അർത്ഥത്തിൽ ഇത് തെറ്റാണ്. അതേപോലെ തന്നെ ധൂർത്ത്, ഇസ്ലാം സ്ത്രീകൾക്ക് അനുവദിച്ചിരിക്കുന്നത് മിതമായ സ്വർണം മാത്രമാണ്. അമിതമായ സ്വർണം സ്ത്രീകൾക്കും അനുവദിച്ചിട്ടില്ല. ധൂർത്ത് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ. ധൂർത്ത് കാണിക്കുന്നവർ പിശാചിന്റെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണ ആഭരണത്തിന്റെ വിഷയത്തിൽ സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകുന്ന ധൂർത്ത് അത് നിഷിദ്ധമാണ്, അത് പാടില്ല. അതുകൊണ്ട് തന്നെ ഇത്ര വലിയ സ്വർണ്ണാഭരണങ്ങൾ എന്തിനാണ് ഈ സ്ത്രീകൾ ധരിക്കുന്നത്? അതിലുള്ള വേറെയും അപകടങ്ങൾ. ഇതൊരു ഡെഡ് മണിയാണ്. ഇസ്ലാം ഡെഡ് മണിക്ക് എതിരാണ്. സമ്പത്ത് ഒരിക്കലും കെട്ടിക്കിടക്കാൻ പാടില്ല. സമ്പത്ത് ഒഴുകിക്കൊണ്ടിരിക്കേണ്ടതാണ്. സമൂഹത്തിൽ ഒഴുകി നടക്കേണ്ടതാണ് സമ്പത്ത്. നൂറുകണക്കായ ആഭരണങ്ങൾ ഒരു സ്ത്രീ വാങ്ങിക്കൂട്ടി അത് ലോക്കറിൽ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ ആ സമ്പത്തിന്റെ പ്രത്യുൽപാദനം നടക്കുന്നില്ല. അത് തെറ്റാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇത്ര വലിയ സ്വർണ്ണവില നിൽക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ 3 പെൺകുട്ടി ഉണ്ടെങ്കിൽ ഒരു 30 പവൻ സ്വർണം കയ്യിലുണ്ടാകും. ഇതിന്റെ വില മാർക്കറ്റിലേക്ക് ഇറക്കിയാൽ കിട്ടാവുന്ന ലാഭം എത്രയാണ്? ഇതാണ് ഈ ഡെഡ് മണിയായിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. അത് ഇസ്ലാം നിരോധിച്ച കാര്യമാണ്. സർവോപരി അതിലുപരി ഇന്ന് നമ്മുടെ സഹോദരിമാർ ജ്വല്ലറികളുടെ പ്രധാനപ്പെട്ട ലാഭം എന്ന് പറയുന്നത് പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുന്നിടത്താണ്. പുതിയ പുതിയ മോഡലുകൾ ഇറങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ സ്ത്രീകൾ
ജ്വല്ലറികളിൽ ചെന്ന് പുതിയ സ്വർണങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്. അവിടെ ഇസ്ലാം നിരോധിച്ച വലിയൊരു തെറ്റിലേക്കാണ് നമ്മുടെ സഹോദരിമാർ എത്തിപ്പെടുന്നത്. ഞാൻ ആ വിഷയം സൂചിപ്പിക്കാനാണ് പ്രധാനമായത് പറഞ്ഞു വന്നത്. 2 കച്ചവടങ്ങളിൽ പലിശ വരുന്ന കച്ചവടമാണ്. അത് കച്ചവടക്കാർ സൂക്ഷിക്കണം. സ്വർണം വെള്ളി കച്ചവടം പലിശ വരാൻ സാധ്യതയുള്ള കച്ചവടമാണ്. ഭക്ഷണ സാധനങ്ങളുടെ വിൽപ്പന അതും പലിശ വരാൻ സാധ്യതയുള്ള കച്ചവടമാണ്. റിബവിയായ കച്ചവടം എന്നാണ് അതിന് അറബിയിൽ പറയുക. ഒന്ന് സ്വർണം വെള്ളിയാണ്, മറ്റൊന്ന് ഭക്ഷണ സാധനങ്ങളാണ്. ഇത് വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ പലിശയിൽ അകപ്പെടും. കച്ചവടത്തിന് ഇസ്ലാം ചില ഷർത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഷർത്തുകളിലുപരി 3 ഷർത്തുകൾ റിബവിയായ പലിശ വരാൻ സാധ്യതയുള്ള കച്ചവടത്തിൽ അല്ലാഹു ദീൻ നിശ്ചയിച്ചിട്ടുണ്ട്. പലിശ വരാൻ സാധ്യതയുള്ള വെള്ളി, സ്വർണം, ഭക്ഷണ സാധനങ്ങൾ, അരി, നെല്ല്, ഗോതമ്പ്, കാരക്ക, ആപ്പിൾ, ഫ്രൂട്ട്സ്, ഇതെല്ലാം പലിശ വരാൻ സാധ്യതയുള്ള റിബവിയ കച്ചവടങ്ങളാണ്. 3 ഷർത്തുകൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ അത് പലിശയിലേക്ക് പോകും. ആ പലിശയുടെ പേരാണ് റിബൽ ഫള് എന്ന് പറയുക. പലിശ ഒരു തരമല്ല, പലിശ പലതരമുണ്ട്. നമുക്കറിയാവുന്ന പലിശ റിബൽ കർളാണ്. 100 രൂപ കൊടുത്തിട്ട് 110 രൂപ വാങ്ങുന്ന പലിശ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അത് മാത്രമേ നിഷിദ്ധമുള്ളൂ എന്നാണ്. അല്ല, എല്ലാ പലിശയും നിഷിദ്ധമാണ്. പലിശ 72 വിഭാഗമുണ്ട്. അതിലേറ്റവും ചെറിയ പലിശയെക്കുറിച്ച് സുസ്സുദാസൻ പറഞ്ഞത് അയ്യങ്കിഹറജുൽ ഉമ്മഹു, ഉമ്മയെ നിക്കാഹ് കഴിക്കുന്നതിന് തുല്യമാണ്. ഏറ്റവും ചെറിയ പലിശ പോലും ഉമ്മയെ നിക്കാഹ് കഴിക്കുന്നതിന് തുല്യമാണ്. നമുക്ക് ആലോചിക്കാൻ പറ്റൂ. 36 വ്യഭിചാരത്തെക്കാൾ കഠിനമാണ് ദിർഹമു റിബ, 1 ദിർഹമിന്റെ പലിശ. 36 വ്യഭിചാരത്തെക്കാൾ കഠിനം. വ്യഭിചാരിയുടെ ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ടു. മിഅ്റാജ് യാത്രയിൽ പ്രവാചകൻ കണ്ടിട്ടുണ്ട് വ്യഭിചാരിയുടെ ശിക്ഷ. അങ്ങനത്തെ 36 വ്യഭിചാരത്തിനേക്കാൾ കടുപ്പമാണ് 1 ദിർഹമിന്റെ പലിശ എന്ന് പറയുന്നത്. അല്ലാഹുവും റസൂലും യുദ്ധം പ്രഖ്യാപിച്ചവരാണ് പലിശക്കാർ. ഫഹല്ലന്തും മുന്തഹൂൻ, ഇനിയും ഈ പലിശയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അല്ലാഹു നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക. ഇത്ര കഠിനമായ വൻപാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാപമാണ് പലിശ. ഈ പലിശയിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ് സ്വർണ്ണക്കച്ചവടവും വെള്ളിക്കച്ചവടവും, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത്. അത് ജ്വല്ലറിക്കാരും സൂക്ഷിക്കണം, സ്വർണം വാങ്ങാൻ പോകുന്നവരും സൂക്ഷിക്കണം. പലിശ വരുന്ന സാധനങ്ങൾ പരസ്പരം വിൽക്കുന്ന സമയത്ത് സ്വർണത്തിന് പകരം സ്വർണം വാങ്ങുമ്പോൾ 3 ഷർത്തുകൾ പാലിച്ചില്ലെങ്കിൽ അത് പലിശയാണ്. അരി കൊടുത്ത് അരി വാങ്ങുമ്പോൾ 3 ഷർത്തുകൾ പാലിച്ചെങ്കിൽ പലിശയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബിഉ ദഹബ ബിദ്ദഹബി, സ്വർണത്തിന് പകരം നിങ്ങൾ സ്വർണം വിൽക്കരുത്. വലൽ വരിക്ക ബിൽ വരിക്കി, വെള്ളിക്ക് പകരം വെള്ളി വിൽക്കരുത്. വല തംറ ബിത്തംരി, കാരക്കയ്ക്ക് പകരം കാരക്ക വിൽക്കരുത്. വല ഷഈറ ബി ഷഈർ, ബാർലിക്ക് പകരം ബാർലി വിൽക്കരുത്. വലൽ മിൽഹ ബിൽ മിൽഹി, ഉപ്പിനു പകരം ഉപ്പ് വിൽക്കരുത്. ഇല്ലാ സവാഅൻ ബി സവാഇൻ, ഐനൻ ബി ഐനിൻ, യദൻ ബി യദിൻ. 3 ഷർത്ത് പാലിക്കണം. 1 തുല്യമായിരിക്കണം, 2 രൊക്കമായിരിക്കണം, 3 ഇടപാടിൽ വച്ച് 2ഉം കൈമാറ്റം ചെയ്തിരിക്കണം. ഈ 3 ഷർത്തുകളിൽ 1 പോയി കഴിഞ്ഞാൽ അത് പലിശയായി. ആ പലിശ വൻപാപങ്ങളിൽപ്പെട്ടതായി. ആ കച്ചവടം മറ്റ് ശരിയുമല്ല, ആ കച്ചവടം ശരിയാവില്ല. ഭക്ഷണ സാധനങ്ങളിൽ സാധാരണ നമ്മുടെ നാട്ടിൽ അത് വരാറില്ല. റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന 5 കിലോ അരി കൊടുത്തിട്ട് 2 കിലോ നല്ല അരി വാങ്ങുകയാണെങ്കിൽ ആ കച്ചവടം ശരിയല്ല, ഇത് പലിശയാണ്. കാരണം തുല്യമായിട്ടില്ല. റിബവിയായ സാധനം പരസ്പരം വിൽക്കുമ്പോൾ 2ഉം ഒരുപോലെയാകണം. 2 കിലോ അരിക്ക് പകരം 2 കിലോ അരി മാത്രമേ വാങ്ങാൻ പാടുള്ളൂ, കൂടുതൽ വാങ്ങാൻ പാടില്ല. അത് താഴ്ന്ന അരിയാകട്ടെ ഉയർന്ന അരിയാകട്ടെ. 1 കിലോ ആപ്പിളിന് പകരം 1 കിലോ ആപ്പിൾ വാങ്ങിയാൽ 2ഉം തുല്യമായിരിക്കും. സ്വർണത്തിലാണ് പ്രധാനമായി വരിക. പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുന്ന പരിപാടി, അതാണ് കൂടുതലും കച്ചവടം നടക്കുക. 10 ഗ്രാം സ്വർണം കൊടുത്താൽ ഒരിക്കലും ജ്വല്ലറിക്കാരൻ 10 ഗ്രാം സ്വർണം തരില്ലെങ്കിൽ അത് പലിശയാണ്. ആ കച്ചവടം ശരിയല്ല, അത് ഹറാമാണ്. ആ ഇടപാടും തെറ്റാണ്, ആ ഇടപാട് പലിശയാണ്. അക്ബറുൽ കബായിൽപ്പെട്ട പാപത്തിലേക്കാണ് ചെന്നുപെട്ടിരിക്കുന്നത്. 8 പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുമ്പോൾ 2 തുല്യമാണെങ്കിൽ ആ കച്ചവടം പറ്റുള്ളൂ. അങ്ങനെ തരൂല ആ കച്ചവടത്തിന് നിൽക്കണ്ട, ആ കച്ചവടം ശരിയാവൂല. 1 തുല്യമായിരിക്കണം, 2 കടം പറ്റൂല. സ്വർണം കൊടുത്ത് സ്വർണം വാങ്ങുമ്പോൾ, വെള്ളി കൊടുത്ത് വെള്ളി വാങ്ങുമ്പോൾ രൊക്കമുള്ള കച്ചവടമേ പറ്റുള്ളൂ. ഒന്നിരിക്കൽ പഴയ സ്വർണം ഇപ്പോൾ കൊടുക്കുന്നു, പുതിയ സ്വർണം പിന്നീട് തരുന്നു, അല്ലെങ്കിൽ പുതിയ സ്വർണം ഇപ്പോൾ തരുന്നു, പഴയ സ്വർണം പിന്നീട് കൊടുക്കുന്നു. ഈ കച്ചവടം പലിശയാണ്.
അപ്പൊ തുല്യമായിരിക്കണം, രൊക്കമായിരിക്കണം, ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പരസ്പരം കൈമാറ്റം ചെയ്തിരിക്കണം. ഈ 3 നിബന്ധനകളിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ അത് പലിശയാണ്. റിബൽ ഫള്, ഏറ്റവ്യത്യാസ പലിശ എന്നതിന് പറയും. മറ്റൊന്നുണ്ട് റിബൽ യദ്, കൈവശ പലിശ. മറ്റൊന്നുണ്ട് റിബൻ നസാ, അവധി പലിശ. അവധി നിശ്ചയിച്ചാൽ അവധി പലിശയായി. ഇപ്പോൾ തന്നെ കൈമാറ്റം ചെയ്യുന്നില്ലെങ്കിൽ ഈ കൈവശ പലിശയായി. ഏറ്റവ്യത്യാസം വന്നാൽ ഏറ്റവ്യത്യാസ പലിശയായി. ഈ പലിശ ഹറാമാണ്. സാധാരണ പലിശ പോലെ തന്നെ നിഷിദ്ധമാണ് ഈ പലിശ. അതുകൊണ്ട് സഹോദരിമാര്, ജ്വല്ലറികളിൽ സ്വർണം വാങ്ങുന്ന ആളുകൾ, ഇത് ജ്വല്ലറിക്കാരും കുറ്റക്കാരാണ്. അൽ ആഖിദു വൽ മുഅ്തി സവാഉൻ. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് കൊടുക്കുന്നവൻ, വിൽക്കുന്നവനും ഇത് വാങ്ങുന്നവനും ഈ കുറ്റത്തിൽ ഒരുപോലെയാണ്. രണ്ടുപേരും കുറ്റക്കാർ, രണ്ടുപേരും പലിശ ഇടപാട് നടത്തിയിരിക്കുകയാണ്. പിന്നെന്താ വേണ്ടത്? ഖൈബർ യുദ്ധം കഴിഞ്ഞ സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരു സഹാബി വന്നു. റസൂലിന് ഒരു നല്ല ഇനം ഒരു കാരക്ക സമ്മാനിച്ചു. അപ്പൊ റസൂല് ചോദിച്ചു, ഖൈബറുള്ളിലെ എല്ലാ കാരക്കയും ഇതുപോലെ നല്ല ഇനം കാരക്കയാണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല. പിന്നെ ഇത് എവിടെ നിന്ന് കിട്ടി നിനക്ക്? എനിക്ക് കിട്ടിയത് കുറച്ച് താഴ്ന്ന കാരക്കയായിരുന്നു, അത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഞാൻ അത് കൊടുത്തിട്ട് ഈ ഒരു കുറഞ്ഞ നല്ല കാരക്ക കുറച്ച് വാങ്ങിയതാണ് എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഐനുർ റിബ, ഇത് തന്നെയാണ് പലിശ. ഒരു കാരക്കയ്ക്ക് ഒരു കാരക്ക വാങ്ങാൻ ഒരു സായിൽ കൂടുതൽ നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐനുർ റിബ, ഇത് തന്നെയാണ് പലിശ. ഇത് പലിശയാണ്, ഇത് പറ്റൂല. പിന്നെന്ത് ചെയ്യണം? ആ പഴയ കാരക്ക, ക്വാളിറ്റി കുറഞ്ഞ കാരക്ക, അത് നീ വിൽക്കണം, ദിർഹമിന് പകരം വിൽക്കണം. എന്നിട്ട് ആ ദിർഹം കൊണ്ട് നല്ല കാരക്ക വാങ്ങണം. അതാണ് വേണ്ടത്. അപ്പൊ ചെയ്യേണ്ടത്, ജ്വല്ലറിയിൽ കൊണ്ടുപോയി പഴയ സ്വർണം വിൽക്കുക. അതിന് പൈസ കയ്യിൽ വാങ്ങുക. ബില്ലെഴുതിയാലും പോരാ, പൈസ ബില്ലെഴുതി കയ്യിൽ വാങ്ങിയതിനു ശേഷം ആ പൈസ കൊണ്ട് പുതിയ സ്വർണം വാങ്ങുക. ഇതാണ് ശരിയായ രീതി. എന്നാലേ പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ, കച്ചവടം ശരിയാകുള്ളൂ. ഇന്ന് നടക്കുന്ന ഈ കച്ചവടത്തിൽ ജ്വല്ലറിക്കാരും കുറ്റക്കാരാണ്, വാങ്ങുന്ന ആളുകളും ആ പലിശ ഇടപാടിൽ സമന്വയരായിത്തീരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് ഒരു വിഷയം. രണ്ടാമത്, സ്വർണം എപ്പോഴും വിവാദമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗകാന ലിബ്നി ആദമ വാദിയാനി മിൻ ദഹബിൻ, മനുഷ്യന് 2 മലഞ്ചെരിവ് നിറയെ സ്വർണമുണ്ടെങ്കിലും ലബ്തഗ സാലിസ, ഒന്നുകൂടി കിട്ടാൻ ആഗ്രഹിക്കും. അവന്റെ വായ നിറയ്ക്കുകയില്ല, ഇല്ല തുറാബ്, മണ്ണല്ലാതെ. വായിൽ മണ്ണിട്ടാലേ ആഗ്രഹം തീരുള്ളൂ, കബറിലേക്ക് എത്തിയാലേ അവന്റെ ആഗ്രഹം തീരുള്ളൂ. സ്വർണത്തോട് മനുഷ്യന്റെ ആർത്തി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് സ്വർണത്തിന്റെ മോഷണങ്ങൾ, എക്കാലത്തും സ്വർണങ്ങൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീന പള്ളിയിലേക്ക് കടന്നു വന്നു. ഒരു കയ്യിൽ പ്രവാചകന്റെ കയ്യിൽ സ്വർണമുണ്ട്, മറ്റൊരു കയ്യിൽ പട്ടുണ്ട്. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഹാദാനി ഹറാമാനി ലിദുഖൂരി ഉമ്മത്തി, ഈ പട്ടും സ്വർണവും എന്റെ സമുദായത്തിലെ ആണുങ്ങൾക്ക് നിഷിദ്ധമാണ്, എന്റെ സമുദായത്തിലെ പെണ്ണുങ്ങൾക്ക് ഇത് അനുവദനീയവുമാണ്. സ്ത്രീകൾക്ക് അനുവദിച്ചു, പുരുഷന്മാർക്ക് ഇത് നിഷിദ്ധമാക്കുകയും ചെയ്തു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു മോതിരം കണ്ടു, സ്വർണത്തിന്റെ മോതിരം കണ്ടു. റസൂൽ ചോദിച്ചു, നരകത്തിന്റെ ഒരു കഷ്ണമാണോ എടുത്ത് കയ്യിൽ വെക്കുന്നത്? എന്നിട്ടത് വലിച്ചെറിഞ്ഞു. റസൂല് പോയി കഴിഞ്ഞപ്പോൾ ആ സഹാബിയുടെ ആളുകൾ പറഞ്ഞു, അത് എടുത്തോളി, ഭാര്യയ്ക്ക് കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ വിൽക്കാമല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാനത് എടുക്കുകയില്ല. വഖദ് തറഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ കയ്യിൽ നിന്നും റസൂൽ അത് വലിച്ചെറിഞ്ഞതാണെങ്കിൽ ഞാനിത് എടുക്കുന്ന പ്രശ്നമേ ഇല്ല. ആ സഹാബി അത് എടുത്തില്ല. ഇത്രമേൽ പുരുഷന് സ്വർണം നിഷിദ്ധമാണ്. ഒരു സഹാബിയുടെ കയ്യിൽ, ഒരു മനുഷ്യന്റെ കയ്യിൽ ഇതുപോലെ സ്വർണമോതിരം കണ്ടപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, മാലി അറാമിങ്ക റായിഹത്തൽ അസ്നാം, വിഗ്രഹത്തിന്റെ മണമാണല്ലോ നിന്റെ അടുക്കൽ നിന്ന് വരുന്നത്, വിഗ്രഹത്തിന്റെ ഗന്ധമാണല്ലോ വരുന്നത് എന്ന് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തിന്റെ ഉപയോഗം എല്ലാ അർത്ഥത്തിലും പരിശുദ്ധ ഇസ്ലാം നിഷിദ്ധമാക്കിയിരിക്കണം. ഒരു രീതിയിലും പുരുഷന്മാർ അത് ഉപയോഗിക്കാൻ പാടില്ല. അബൂലഹബ് പരിശുദ്ധമായ കഅബ ശരീഫിന്റെ പൂജാരിയായിരുന്നു. അവിടെ വരുന്ന ആളുകളിൽ നിന്നും പൂജാദ്രവ്യങ്ങൾ വാങ്ങിച്ച് കൈക്കലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കള്ളപൂജാരിയായിരുന്നു അബൂലഹബ്. വിശുദ്ധ ഖുർആൻ, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, സ്വർണവും വെള്ളിയും വാങ്ങിക്കൂട്ടുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ താക്കീത് ചെയ്യുന്നുണ്ട്. സക്കാത്ത് കൊടുക്കാതെ വാങ്ങിക്കൂട്ടി വെക്കുന്ന ആളുകൾ. സൂറത്ത് തൗബയിൽ ആയത്തിന്റെ തുടക്കം തന്നെ എങ്ങനെയാണ്? ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലാ യഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ധാരാളം പൂജാരിമാർ, ധാരാളം പുരോഹിതന്മാർ മനുഷ്യരുടെ സമ്പത്ത് വിഹിതമില്ലാതെ അനർഹമായി അവർ കട്ടുമുടിക്കുന്നുണ്ട്, അവർ കൈവശപ്പെടുത്തുന്നുണ്ട്, കൈക്കലാക്കുന്നുണ്ട്. അത് ഈ പൂജാരിമാരെ, ഇത്തരത്തിലുള്ള പുരോഹിതന്മാരെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധമായ കഅബ ശരീഫിലും സ്വർണ്ണമുണ്ട്. 350ഓളം കിലോ സ്വർണം പരിശുദ്ധമായ കഅബ ശരീഫിന്റെ വാതിലിലും
അതിന്റെ താക്കോലിലും അതിന്റെ പൂട്ടിലും അതിന്റെ കില്ലയിലുമെല്ലാമായിട്ട് 350 കിലോ സ്വർണം ഇന്നുമുണ്ട്. വിശുദ്ധ കഅബയിൽ നിന്നും ഒരു തരി പോലും സ്വർണം ഇന്നേ വരെ ചരിത്രത്തിൽ മോഷ്ടിക്കപ്പെട്ടിട്ടില്ല. അബൂലഹബിന്റെ കാലത്ത് വിശുദ്ധ കഅബയിൽ നിന്ന് മോഷണം നടന്നിരുന്നു. പക്ഷേ ഇന്ന് വരെ ചരിത്രത്തിൽ വിശുദ്ധ കഅബയിൽ നിന്നും ഒരു സ്വർണ്ണത്തരി പോലും മോഷ്ടിക്കപ്പെട്ടിട്ടില്ല. കാരണം കഅബയുടെ സംരക്ഷകൻ അല്ലാഹുവാണ്. അവിടെ ഒരു ദൈവത്തിന്റെ മുന്നിലുമല്ല ഈ സ്വർണ്ണാഭരണങ്ങളും ഈ സ്വർണങ്ങളൊക്കെ വയ്ക്കപ്പെട്ടിരിക്കുന്നത്. അത് പരിശുദ്ധമായ കഅബ ശരീഫിന്റെ ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അവിടെയാണ് മനുഷ്യനെ ചിന്തിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, ഗുണപാഠങ്ങൾ നമ്മുടെ മുന്നിൽ തരികയാണ്. ഫക്കീറായ മനുഷ്യൻ രാവിലെ തൊഴുകാൻ വേണ്ടി ചെല്ലുന്നത്, കുളിച്ച് പൊട്ടുതൊട്ട് ചെന്നുകൊണ്ട് തൊഴുകുന്നത്, ഈ രീതിയിൽ ആഭരണങ്ങൾ ധരിച്ച ദൈവത്തിന്റെ മുന്നിൽ ആ ദൈവങ്ങൾക്ക് അവരുടെ ആഭരണങ്ങളെ പോലും അവരുടെ മുന്നിൽ വെച്ചിരിക്കുന്ന സ്വർണങ്ങളെ പോലും സംരക്ഷിക്കാൻ ആ ദൈവങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമകാലികമായ സംഭവങ്ങളിലൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വർണം, വെള്ളി എന്നൊക്കെ പറയുന്നത് അള്ളാഹു നമുക്ക് അനുവദിച്ചതാണ്, സ്ത്രീകൾക്ക് അനുവദിച്ചതാണ്, പുരുഷന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചതുമാണ്. ആ വിഷയത്തിൽ തന്നെയാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ താക്കീത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീത്. ലോകത്ത് നടക്കുന്ന കലഹങ്ങളുടെ പിന്നിൽ, ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളുടെ പിന്നിൽ ഒന്നിരിക്കൽ പെണ്ണിന് പങ്കുണ്ടാകും, അല്ലെങ്കിൽ സ്വർണത്തിന് പങ്കുണ്ടാകും. എക്കാലത്തും അങ്ങനെയാണ്. കലഹം മൂലം, കാമിനി മൂലം എന്നാണല്ലോ പറയുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല ഫിത്നത്തി ബനി ഇസ്രായീൽ, ആദ്യമായി ബനു ഇസ്രായേലി സമൂഹത്തിൽ ഫിത്നയ്ക്ക് തുടക്കം കുറിച്ചത് ഫിന്നിസാ, അത് സ്ത്രീകളുടെ പേരിലായിരുന്നു. സ്ത്രീകളുടെ പേരിലാണ് സമൂഹത്തിൽ ഫിത്ന ആദ്യം ഉണ്ടായത്. സ്ത്രീകൾ ഹീലുള്ള ചെരുപ്പ് ധരിച്ചു, കാലിൽ അവർ പാദസരങ്ങൾ ധരിച്ചു, അവരുടെ ചെരുപ്പിട്ടിങ്ങനെ അവർ നടക്കാൻ തുടങ്ങി. പുരുഷന്മാരുടെ ഹൃദയങ്ങളിലേക്ക് അവർ സ്വാധീനിക്കപ്പെട്ടു. ആ സ്വാധീനമാണ് ബനീ ഇസ്രായേലി സമൂഹത്തിൽ ആദ്യമുണ്ടായ ഫിത്ന എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഭരണങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. അനുവദിച്ചിരിക്കുന്നത് തന്നെ മിതമായ രീതിയിൽ ഉപയോഗിക്കാനാണ്. ഷാഫി മദ്ഹബ് അനുസരിച്ച് സ്ത്രീകൾ ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല. ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല. പക്ഷെ ഒരു സ്ത്രീക്ക് ഉപയോഗിക്കാവുന്ന സ്വർണത്തിന്റെ പരിധി എത്രയാണ്? ആ പരിധി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അത് നിശ്ചയിക്കപ്പെട്ടതായിട്ട് കാണുന്നില്ല. ഹനഫി മദ്ഹബിൽ അതിൽ നിർബന്ധവുമാണ്. അപ്പോ നാടിന്റെ പതിവനുസരിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ആഭരണം ധരിച്ച് ഭംഗിയാകാവുന്നത് അവളുടെ ഭർത്താവിന്റെ മുന്നിലാണ് എന്ന് മനസ്സിലാക്കണം. ആ ഭർത്താവിന്റെ മുന്നിൽ ധരിക്കാവുന്ന ആഭരണങ്ങളാണ് മിതമായ ഒരു സ്ത്രീയുടെ ആഭരണം എന്ന് പറയുന്നത്. അതിലുപരിയുള്ള ആഭരണങ്ങൾ എന്ന് പറയുന്നത് അമിതമാണ്, ദുർവ്യയമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ആഭരണങ്ങൾക്കെല്ലാം സക്കാത്ത് നിർബന്ധമാണെന്ന പ്രശ്നം വരും. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കണം. സ്വർണത്തിന് ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, അനിയന്ത്രിതമായി വില കൂടുകയും സ്വർണം സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകളുടെ ദുഃഖത്തിന് കാരണമായി തീരുകയും ചെയ്യുമ്പോൾ, പെൺമക്കളുള്ള രക്ഷിതാക്കൾ എങ്ങനെയാണ് ഇനി 2-10 പവൻ വാങ്ങി തന്റെ മകളെ ഇറക്കിവിടുക എന്ന് ചിന്തിച്ചു ദുഃഖിതരായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വർണത്തോടുള്ള നമ്മുടെ സ്ത്രീകളുടെ ഭ്രമം അത് കുറച്ചുകൊണ്ടുവരണം. അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ആ അനുവദിച്ച പരിധിക്കുള്ളിൽ നിന്നാണോ നമ്മുടെ സഹോദരിമാർ ഇത് ഉപയോഗിക്കുന്നത് എന്ന് ഒരു പുനഃപരിശോധന നടത്താൻ കൂടി ഈ സമയത്ത് നമ്മൾ തയ്യാറാകണം. അതോടൊപ്പം തന്നെ സ്വർണവുമായി ബന്ധപ്പെട്ട് വ്യാപകമായി കാണുന്ന ഒരു തെറ്റാണ് സ്വർണത്തിന്റെ പണയം എന്നുള്ളത്. വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. വളരെ ലാഘവത്തോടെ ഇന്ന് മുസ്ലിം സമുദായം കാണുന്ന ഒരു കാര്യമാണ് പണയം. ചെറിയ ആവശ്യങ്ങൾ വരുമ്പോൾ സ്വർണം കൊണ്ടുപോയി പണയം വെക്കുക, പലിശയ്ക്ക് പണയം വെച്ചിട്ട് കാശെടുത്ത് കാര്യങ്ങൾ നടത്തുക. നിസ്സാരമായ ആവശ്യങ്ങൾക്ക് പോലും പണയം, പലിശയ്ക്ക് വേണ്ടി പണയം വെക്കുന്നത് ഹറാമാണ്. ആ ഇടപാട് ശരിയല്ല. ആ പണയം പലിശയാണ്. ഇസ്ലാമിൽ പണയമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പണയം വെച്ചിട്ടുണ്ട്. പ്രവാചകന്റെ വഫാത്തിന്റെ സമയത്ത് പോലും അവിടുത്തെ പടയങ്കി ജൂതന്റെ അടുക്കൽ പണയം വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പണയം ശരിയാണ്. പക്ഷെ ഇസ്ലാമിലെ പണയം എന്ന് പറയുന്നത് അത് പലിശയുള്ള പണയമല്ല. ആ പണയ വസ്തു തിരിച്ചെടുക്കുന്ന സമയത്ത് അത് കൊടുത്തിരിക്കണം. പണയം വെച്ചയാൾ തിരിച്ചെടുക്കാൻ താമസിച്ചു, അത് തിരിച്ചെടുക്കുന്നില്ലെങ്കിൽ അത് വിൽക്കാനുള്ള അധികാരമുണ്ട് പണയം സ്വീകരിച്ചയാൾക്ക്. പക്ഷെ വിറ്റാൽ പോലും എത്രയാണോ കിട്ടാനുള്ള പൈസ അതല്ലാതെ ഒരു രൂപ പോലും കൂടുതലെടുക്കാൻ പണയം സ്വീകരിച്ചയാൾക്ക് അവകാശമില്ല. ഇങ്ങനെ കൃത്യമായി പലിശരഹിതമായ കൃത്യമായ നിയമങ്ങൾ പഠിപ്പിക്കപ്പെട്ട ഒരു പണയമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലുള്ളത്. ഇന്ന് കാണുന്ന പലിശാധിഷ്ഠിതമായ പണയ സമ്പ്രദായങ്ങൾ മുസ്ലിം സമുദായം അതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പലിശരഹിതമായ, പലിശയില്ലാത്ത സമ്പ്രദായങ്ങൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരേണ്ടതുണ്ട്. മഹല്ലടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഓരോ നാട്ടിലും വാർഡിലും നാടുകളിലൊക്കെ പലിശയില്ലാതെ പണയം കൊടുക്കുന്ന
നിസാരമായ കാര്യങ്ങൾക്ക് പോലും പലിശയ്ക്ക് പണയം വെക്കേണ്ട ആവശ്യം വരാത്ത രീതിയിൽ സഹായിക്കുന്ന സംവിധാനങ്ങൾ നാട്ടിൽ വളർന്നു വരേണ്ടതുണ്ട്. അത് പലിശാകാനും പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ സന്ദർഭം നമുക്കൊന്ന് ചിന്തിക്കാനുള്ള അവസരമാണ്. സ്വർണം എന്നുള്ളത് ഒരിക്കലും ഒരു നിക്കാഹിന്റെ ഭാഗമല്ല, വിവാഹത്തിന്റെ ആവശ്യമല്ല, വിവാഹത്തിൽ അത് കടന്നു വരേണ്ട ആവശ്യവുമില്ല. മഹർ പോലും വെള്ളിയായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മഹർ എന്നുള്ളത് മൂല്യമുള്ള എന്തും മഹറായി നിശ്ചയിക്കാം. പൈസയാകാം, വെള്ളിയാകാം, വിലയുള്ള എന്തും മഹറായി കൊടുക്കാമെന്ന് പഠിപ്പിച്ച, അത്ര ലളിതമായൊരു വിവാഹം പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ. അതുകൊണ്ട് ചിന്തിക്കുകയും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുകയും, ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ജ്വല്ലറിക്കാരും ശ്രദ്ധിക്കണം, പൈസ വാങ്ങി ഇത് പണയം വെക്കുന്ന ആളുകളും ശ്രദ്ധിക്കണം, പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുന്ന ആളുകളും ശ്രദ്ധിക്കണം. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിച്ച 3 ഷർത്തുകൾ: ഒന്ന് രൊക്കമായിരിക്കണം, തുല്യമായിരിക്കണം, ഇടപാട് അപ്പൊ തന്നെ നടന്നിരിക്കണം. ഒരിക്കലും അവധി വച്ചുള്ള ഇടപാട് ഇത്തരം കാര്യങ്ങളിൽ പരിശുദ്ധ ഇസ്ലാം അനുവദിച്ചിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് സാന്ദർഭികമായി ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാഹിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി.